സ്റ്റാർട്ട് ചെയ്തു, താക്കോൽ ഓഫ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫാവും. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മളിതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ താക്കോലില്ലാതെ ഇത് സ്റ്റാർട്ടാക്കാനും പറ്റത്തില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഡീസൽ ബുള്ളറ്റിനെ, അതായത് റോയൽ എൻഫീൽഡ് ഡീസൽ ടോറസിനെ താക്കോലിൽ ഓഫ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റോയൽ എൻഫീൽഡ് ഡീസൽ ടോറസ് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തു. എന്നാൽ മറ്റു പല ആൾക്കാർക്കും ഇതറിയില്ല. ഇങ്ങനെ ഒരു വണ്ടി ഓഫ് ചെയ്യുന്നത് ഒരു വലിയ സംഭവമാണോ, ഒരു വീഡിയോ ആയിട്ട് ഇടാനുള്ള കണ്ടൻ്റ് ഉണ്ടോ എന്നുള്ളൊരു സംശയം പലരും ചോദിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും എഞ്ചിനുകളുടെ പ്രവർത്തനം നോക്കുമ്പോൾ പെട്രോൾ ബുള്ളറ്റുകളും അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനുകൾ പ്രധാനമായിട്ടും സ്പാർക്ക് സ്പാർക്ക് വെച്ചിട്ടാണ് കത്തുന്നത്. അത് പിസ്റ്റൺ മുകളിലോട്ട് പോകുന്നു, പെട്രോൾ എയർ ഫ്യൂവൽ മിക്സർ എഞ്ചിൻ്റെ അകത്തോട്ട് ഹെഡിലോട്ട് കൊടുക്കുന്നു. ആ സമയത്ത് ഒരു സ്പാർക്ക് വരും. സ്പാർക്കാണ് ഈ ഒരു മിക്സറിനെ കത്തിച്ചിട്ട് അതിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ് പെട്രോൾ എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത്. അതേസമയം ഡീസൽ എഞ്ചിനുകളാണെന്നുണ്ടെങ്കിൽ കംപ്രസ്ഡ് ഇഗ്നിഷൻ സിസ്റ്റമാണ്. കംപ്രസ്ഡ് ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ മേലോട്ട് പോകുന്നു, ആ ഒരു ഫ്യൂൽ എയർ മിക്സറിനെ കംപ്രസ് ചെയ്തിട്ട് തനിയെ ഇഗ്നൈറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു ഡീസൽ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു നമ്മുടെ കാണുന്നത് ഒരു താക്കോലാണ്, അത് ബുള്ളറ്റിൻ്റെ താക്കോലാണ്. ഈ ഒരു സിസ്റ്റം താക്കോൽ ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു സർക്യൂട്ട് ക്ലോസ് ആവുകയും സ്പാർക്ക് നിൽക്കുകയും ചെയ്യും. അതായത് ആ ഒരു രീതിയിലാണ് പെട്രോൾ വാഹനങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതേസമയം ഡീസൽ എഞ്ചിനുകൾക്ക്, DI എഞ്ചിനുകൾക്ക്, അതായത് DI എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ജീപ്പ് വരും, ഡീസൽ ബുള്ളറ്റുകൾ വരും, പഴയ ഓട്ടോറിക്ഷകൾ വരും. അങ്ങനത്തുള്ള സിംഗിൾ സിലിണ്ടർ ആയാലും മൾട്ടി സിലിണ്ടർ ആണെങ്കിലും DI എഞ്ചിനുകൾക്ക് ശരിക്കും ഈ ഒരു താക്കോലിൻ്റെ ആവശ്യമില്ല. അല്ലാതെ അതിനകത്ത് ഡീസൽ കൊടുക്കും തോറും വണ്ടി ഓടിക്കൊണ്ടിരിക്കും, വണ്ടി സ്റ്റാർട്ടായി തന്നെ നിൽക്കും. അതായത് വണ്ടി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീസലിൻ്റെ വരവിനെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ മാത്രമേ വാഹനം ഓഫ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു CIG കംപ്രസ്ഡ് ഇഗ്നിഷൻ സിസ്റ്റവും സ്പാർക്ക് ഇഗ്നിഷൻ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റോയൽ എൻഫീൽഡ് ടോറസ്, ഈ കാണുന്നത് റോയൽ എൻഫീൽഡ് ടോറസ് വണ്ടിയാണ്, 99 മോഡൽ വണ്ടിയാണ്. എങ്ങനെയാണ് ഈ ഒരു വണ്ടി ഓഫ് ചെയ്യുന്നത്, സാധാരണഗതിയിൽ ടോറസ് ഓഫ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണിച്ചു തരാം. നമുക്ക് ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഓഫ് ചെയ്യുന്നത്, ഞാനൊരു ക്യാമറയോട് എടുക്കാം. സാധാരണഗതിയിൽ ഓഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചോക്ക് ഇങ്ങനെ പിടിക്കുക. ചോക്ക് പിടിക്കുന്ന സമയത്ത് ഇത് ഓഫായിക്കൊള്ളും. അപ്പോൾ ചോക്ക് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോക്ക് പിടിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഗവേർണിംഗ് സിസ്റ്റമുണ്ട്. ആ ഒരു ഗവേർണിംഗ് സിസ്റ്റത്തിൽ ഡീസലിനെ നിയന്ത്രിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ഡീസൽ ബുള്ളറ്റിൻ്റെ ഫ്യൂവൽ പമ്പ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പർ ലിവർ വലിക്കുന്ന സമയത്ത് ഈ ഒരു പമ്പിലേക്കുള്ള ഡീസലിനെ നിയന്ത്രിക്കും, ഡീസലിനെ കട്ട് ഓഫ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഡീസൽ എഞ്ചിൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോറസ് ബുള്ളറ്റിൽ ഒരു പുതിയ സംവിധാനം ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ താക്കോൽ ഓൺ ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, താക്കോൽ ഓഫ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫാവും. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മളിതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ താക്കോലില്ലാതെ ഇത് സ്റ്റാർട്ടാക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് താക്കോലില്ലാതെ ഈ ഒരു ബുള്ളറ്റിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ എല്ലാ ടോറസ് ഡീസൽ ബുള്ളറ്റുകളും, റോയൽ എൻഫീൽഡ് ഡീസൽ ബൈക്കുകൾ, ഏകദേശം എല്ലാ വാഹനങ്ങളും താക്കോലില്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റാർട്ടായിക്കൊണ്ട് പോകാൻ സാധിക്കും. അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് നമ്മുടെ ചാനലിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ടാക്കി. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ലിവർ പുറത്തോട്ടിടും, അതിനൊരു കേബിളോട്ട് അറ്റാച്ച് ചെയ്യും. അത് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചതുപോലെ പമ്പിൻ്റെ ഈ ഒരു സിസ്റ്റം വലിഞ്ഞു കൊടുക്കും. അങ്ങനെ ഓഫ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിസ്റ്റം ചെയ്തുവെങ്കിലും പലപ്പോഴും ആ ഒരു സിസ്റ്റം വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് നമുക്ക് കണക്കാക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ,
അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം നിർമ്മിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ തന്നെ ലാസ്റ്റിൽ കാണിച്ചിരിക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം, അതായത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഈ സെക്യൂരിറ്റി ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് പല ആൾക്കാരും പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് നമ്മുടെ മഹേഷ് ഗോപിനാഥ് ചേട്ടൻ, വത്സംബായി, ജസ്റ്റിന്, ഇവരൊക്കെ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താക്കോൽ ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു സോളിനോയിഡ് സ്വിച്ചിൻ്റെ സഹായത്തോടുകൂടെ ഈ ഒരു ഡീസൽ ഫ്ലോയെ നിർത്തും. അതായത് സ്റ്റോപ്പർ ചെയ്യുന്ന സംവിധാനം തന്നെ നമ്മുടെ പമ്പിൻ്റെ മുകളിൽ വേറൊരു യൂണിറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു യൂണിറ്റ് വെച്ചിട്ട്, അത് സോളിനോയിഡ് സ്വിച്ചാണ്, ആ സ്വിച്ച് വെച്ചിട്ട് ഈ ഡീസൽ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്തിട്ട് വണ്ടി ഓഫ് ചെയ്യുന്ന ഒരു സിസ്റ്റം അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ വാഹനങ്ങൾ, അത് സിമ്പിളാണ്. നമ്മൾ താക്കോൽ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സപ്ലൈ കട്ടാവും. സപ്ലൈ ഉള്ള സമയത്ത് മാത്രമേ ഡീസൽ ഒഴുകത്തുള്ളൂ. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അത് നമ്മുടെ അംബാസഡർ കാറുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. അതിനുശേഷം പല ആൾക്കാരും ആക്ച്വേറ്റേഴ്സ്, അതായത് നമ്മുടെ ഡോറിൻ്റെ ഓട്ടോമാറ്റിക് ഡോർ ലോക്കിൻ്റെ ആക്ച്വേറ്റേഴ്സ്, അതായത് കാറിൻ്റെ സെൻട്രൽ ലോക്ക് പോലത്തുള്ള സിസ്റ്റം, അതൊക്കെ ഉപയോഗിച്ചിട്ട് വണ്ടി ഓഫ് ചെയ്യാനുള്ള സിസ്റ്റവും പല ആൾക്കാരും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വീഡിയോയും ഞാൻ കാണിക്കാം. നമസ്കാരം. ഞാൻ ഈ വണ്ടിയിൽ സോളിനോയിഡ് സ്റ്റോപ്പ് സെറ്റ് ചെയ്തത് ഈ ഒരു ടൈമർ റിലേ വെച്ചാണ്. ഈ ടൈമർ റിലേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ചാവി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീഡിൽ ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് നേരത്തേക്ക് പവർ വന്ന് പോകും. 4 സെക്കൻഡ് സമയം പവർ വന്ന് പിന്നെ അത് തിരിച്ചു പോകും. ആ സമയത്താണ് നമ്മുടെ സോളിനോയിഡ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. ഒന്ന് നോക്കിക്കോളൂ പ്രവർത്തനം. ഇപ്പോൾ ചാവി ഓണിലാണുള്ളത്. ഞാനത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് ചെയ്തു. ആ പവർ ലെഫ്റ്റ് ആയപ്പോൾ സോളിനോയിഡ് റിട്ടേൺ വന്നു. അപ്പോൾ ഈ രണ്ട് സിസ്റ്റം വെച്ചിട്ടാണ് പല ആൾക്കാരും വാഹനത്തിൻ്റെ ഓഫ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ സിസ്റ്റം, അതായത് കാറിൻ്റെ സെൻട്രൽ ലോക്ക് വെച്ചിട്ട് മറ്റ് പല ആൾക്കാരും ചെയ്ത സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതായത് നമ്മൾ ഈ താക്കോൽ ഇങ്ങനെ ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് ഒരു സപ്ലൈ വരും, ഒരു 2-3 സെക്കൻഡിലത്തേക്ക് ഒരു സപ്ലൈ വരും. ആ സമയത്ത് ഒരു ഡിലേ ടൈമർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സെൻട്രൽ ലോക്കിന് ആ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നു. അപ്പോൾ സെൻട്രൽ ലോക്ക് ഉപയോഗിച്ചിട്ട് വണ്ടി ഓഫ് ചെയ്യും. പക്ഷേ താക്കോലില്ലാതെയും ആ ഒരു സിസ്റ്റം വെച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനമായിട്ട് കാണിക്കാം. നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന പരിപാടികൾക്ക് ഒന്ന് കാണിക്കാം. അതായത് ഇതിൽ നമ്മുടെ കാറിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ സിസ്റ്റമാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. കാറിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ ഒരു യൂണിറ്റിനെ ഇതിനകത്ത് നമ്മളൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഒരു ബൗഡൻ കണക്ട് ചെയ്ത് ആ ബൗഡനെ, ഇതാണ് ആ ബൗഡൻ, ഈ ബൗഡനെ ഇതുവഴി കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ ഈ കാണുന്ന ബൗഡനാണ് ആ ഒരു ബൗഡൻ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് കാറിൻ്റെ സെൻട്രൽ ലോക്ക് സിസ്റ്റം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു യൂണിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ വയറിംഗ് സിസ്റ്റം വരുന്നത് കാറ് ഓഫ് ചെയ്യുന്ന സമയത്ത്, ഇത് നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ചാവി സിസ്റ്റമാണ്. ഇതിനകത്ത് 4 ഔട്ട് ഉണ്ടാവും. താക്കോൽ ഓൺ ചെയ്യുന്ന സമയത്ത് 2 പോയിൻറ്റുകൾ ഷോർട്ടാവും. താക്കോൽ ഓഫ് ചെയ്യുന്ന സമയത്ത് 2 പോയിൻറ്റുകൾ ഷോർട്ടാവും. അപ്പോൾ താക്കോൽ ഓഫ് ചെയ്യുമ്പോൾ ഷോർട്ടാവുന്ന ആ 2 വയറുകൾ ശരിക്കും നമ്മുടെ വണ്ടിയുടെ വയറിംഗ് സിസ്റ്റത്തിന് അങ്ങനെ ഒരു ആവശ്യമുള്ള സാധനമല്ല. അപ്പോൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഫ്ലൈ വീല് കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനെയും ബാറ്ററിയിൽ നിന്നുള്ള കറണ്ടിനെയും സംയോജിപ്പിച്ച് ഈ ഒരു സെൻട്രൽ ലോക്ക് സിസ്റ്റത്തിലോട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു വയറിംഗ് സിസ്റ്റം ഞാൻ തൽക്കാലം ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ പറ്റുക. കാരണം ഒരുപക്ഷെ ഞാൻ ചെയ്തിരിക്കുന്ന മെത്തേഡിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് പറയാത്തത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സിസ്റ്റം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്ലൈ വീൽ കറങ്ങുമ്പോൾ ഉള്ള ഒരു സപ്ലൈ വെച്ചിട്ട് ഒരു സ്വിച്ചിങ് സിസ്റ്റം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക. ആ ഒരു സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് സെൻട്രൽ ലോക്കിനെയാണ്. മനസ്സിലായില്ലേ? കാറിൻ്റെ സെൻട്രൽ ലോക്ക് സിസ്റ്റത്തിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഇലക്ട്രോണിക് സംവിധാനം കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സംവിധാനത്തിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ കൂടെ ഇല്ല. അത് നിങ്ങളുടെ ഹോംവർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രമിച്ചു നോക്കുക. ഇങ്ങനെ ഡീസൽ ബുള്ളറ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോയും
ഇതുപോലെ മനോഹരമായ മറ്റ് പല വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡീസൽ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മനോഹരമായിട്ടൊരു വീഡിയോ പിന്നെ കാണാം. ബൈ. ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്ലാസിക്കിൻ്റെ ഇഗ്നിഷൻ കീ സെറ്റാണ്. അത് ഇളക്കിയെടുക്കുക. അത് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു രീതിയിൽ ഈ 2 പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക, ടച്ച് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ 2 ടച്ച് പോയിൻറ്റ്സ് അഡീഷണലായിട്ട്, കോൺടാക്ട് പോയിൻറ്റ്സ് അഡീഷണലായിട്ട് നമ്മൾ ചെയ്തെടുത്തത് ഈ 2 എണ്ണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോഴേക്കും വണ്ടി ഓൺ ചെയ്യുമ്പോഴേക്കും ഈ 2 പോയിൻ്റുകൾ ഷോർട്ടാവും, വണ്ടി ഓഫ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു പോയിൻ്റ് ഷോർട്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ചെയ്യേണ്ടത് ആദ്യം ഇതിനിളക്കുക, അറിയാമല്ലോ, ഇതിനിളക്കി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട്, ഇത് പഴയ യൂസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്, നമുക്കൊന്ന് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് എടുത്തത്. ഇത് ക്ലാസിക്കിൻ്റെയാണ്, പഴയ മോഡൽ ക്ലാസിക്കിൻ്റെയാണ്. അതിൽ ഒരു കോൺടാക്റ്റ് മാത്രമേ അതിൽ വരത്തുള്ളൂ. 2 ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ പഴയതെടുത്ത് പണി ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ബോക്സറിൻ്റെ അല്ലെങ്കിൽ ബജാജ് ഫോർസ് എന്നുണ്ടല്ലോ CT100ൻ്റെ, ബജാജ് CT100ൻ്റെ കാർബറേറ്ററാണ്. ഇതിനകത്ത് ഇവിടെ നിന്ന് വരുന്ന സ്പ്രിങ്ങിനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പ്രിങ്ങിനെ 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ട്, ഇത് നമ്മുടെ സെൻട്രൽ ലോക്കാണ്. സെൻട്രൽ ലോക്കിൻ്റെ ഈ ഭാഗത്ത് ഈ ഒരു സ്പ്രിങ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഈ ബ്ലാക്കിൽ കാണുന്ന റബ്ബറാണ്. ആ റബ്ബറിനെ കട്ട് ചെയ്തിട്ട് ഈ സ്പ്രിങ്ങിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇതിനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് സ്പ്രിങ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു 2 വയറുകളിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ഇത് അകത്തോട്ട് വലിയും, എന്നിട്ട് അതുപോലെ തിരിച്ചു പോവുകയും ചെയ്യും. നമ്മൾ സപ്ലൈ വിടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റിലീസാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തെടുത്തത്. ഓക്കെ, ഇതിന് ശേഷം നമുക്കിതിനെ ആ ഒരു റബ്ബർ വെച്ചിട്ട് അടച്ചു വെക്കാം. നമ്മൾ ഈ റബ്ബർ കൂടെ ഇതിലിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിലീസാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതിൽ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ക്ലാസിക്കിൻ്റെ സ്വിച്ചിൽ അഡീഷണലായിട്ട് നമ്മളൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ 2 പോയിന്റുകൾ ഷോർട്ട് ആവും. അതായത് ഇതുവഴി നമുക്ക് ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതുവഴി സപ്ലൈ വരും. ഓൺ ആവുന്ന സമയത്ത് സപ്ലൈ വരത്തില്ല. അതായത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതുവഴി സപ്ലൈ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു സപ്ലൈ ഇരുന്ന് ഇതിലോട്ട് കണക്ട് ചെയ്യും. അപ്പോഴേക്കും ഇതിൽ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വലിയുകയും പുള്ളി ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോഴേക്കും നമ്മളിതിനെ സ്റ്റോപ്പറിൻ്റെ ബോർഡിനെ ഇതിലോട്ട് കണക്ട് ചെയ്യും. വണ്ടിയുടെ സ്റ്റോപ്പർ ബോർഡിനെ ഇതിനെ കണക്ട് ചെയ്യും. അപ്പോഴേക്കും വണ്ടി നമ്മൾ ചാവി ഓഫ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് ഓഫ് ആവുകയും ചെയ്യും. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു രീതിയിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇത് ഗവർണറിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് പിടിച്ച് വലിക്കുമ്പോഴാണ് വണ്ടി ഓഫ് ആവുന്നത്. ആക്സിലറേറ്ററിൻ്റെ താഴെ ഭാഗത്താണ് വരുന്നത്. പിന്നെ നമ്മളിത് വരുന്ന ഭാഗങ്ങൾ, ഇത് ആക്റ്റീവയുടെ ആക്സിലറേഷൻ കേബിളാണ്, ആക്സിലറേറ്റർ കേബിളിൽ വരുന്ന ഭാഗമാണ് ഇത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കാറിൻ്റെ സെൻട്രൽ ലോക്കാണ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, സ്ക്വയർ ട്യൂബ് കട്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കിയ സാധനമാണ്. ഓക്കെ, ഇതിനകത്തുള്ള കേബിളും ആക്റ്റീവയുടെ കേബിൾ തന്നെ. ഇത് വർക്ക് ചെയ്യുമ്പോൾ നോക്കാം. വർക്ക് ചെയ്യുന്നത്